Meet the editors. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. പി ജയരാജൻ വധശ്രമക്കേസിൽ RSS പ്രവർത്തകരായ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. രണ്ടാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്തൻ മാത്രം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധിയാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത്. സാക്ഷികളെ ഉൾപ്പെടുത്തുന്നത് മുതൽ തെളിവുകൾ ഹാജരാക്കിയതിലടക്കം പ്രോസിക്യൂഷൻ പരാജയം എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രോസിക്യൂഷന് വീഴ്ചയോ എന്നതാണ് ചോദ്യം. ആദ്യം നികേഷ് കുമാറിൽ നിന്ന് തുടങ്ങാം. പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയിട്ടില്ലേ? ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു വീഴ്ചയും പറ്റിയതായി എൻ്റെ അറിവിലില്ല. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനൊക്കെ വീഴ്ച അന്വേഷണത്തിലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനൊക്കെയോ വീഴ്ച ഉണ്ടാവുകയാണ് എങ്കിൽ അത് നമ്മൾ അറിഞ്ഞേനെ ആ കേസിൻ്റെ നടപടിക്രമം ഘട്ടത്തിൽ. അതെവിടെയെങ്കിലും അത്തരത്തിൽ വീഴ്ച ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അപ്പീൽ ഘട്ടത്തിലേക്ക് ഇത് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അസാധാരണ യുദ്ധത്തിന് കളമൊരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജയരാജൻ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് താനൊരു ഇര എന്നുള്ള നിലയിൽ തനിക്ക് എങ്ങനെ ആ അപ്പീലിൽ കക്ഷി ചേരാൻ കഴിയും എന്ന് പരിശോധിക്കും എന്നതാണ്. ഈ കേസ് ജസ്റ്റിസ് പി സോമരാജൻ്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. അപ്പോൾ ഈ ജസ്റ്റിസ് പി സോമരാജൻ്റെ ബെഞ്ച് പരിഗണിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് ആ കാലഘട്ടത്തിൽ തന്നെ പി ജയരാജൻ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതി പരിഗണിക്കപ്പെടാത്ത കാര്യമായിരിക്കും അപ്പീലിൽ താൻ പ്രധാനമായും ഉന്നയിക്കുക എന്നാണ് പി ജയരാജൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പി ജയരാജൻ ഈ അപ്പീലിൽ നൽകിയ പരാതി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്ന പരാതി എന്ന് പറയുന്നത് ജസ്റ്റിസ് പി സോമരാജൻ്റെ മുന്നിൽ 20/12/2023 പി ജയരാജൻ്റെ മുമ്പിലേക്ക് ഈ അപ്പീൽ ആദ്യമായി വന്നത്. അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്ജേൺമെൻറ്റ് ചോദിച്ചു. ജസ്റ്റിസ് പി സോമരാജൻ അഡ്ജേൺമെൻറ്റ് കൊടുത്തു 20/12/2023, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 20 ആ കേസ് മുന്നിൽ വന്നപ്പോൾ തന്നെ അഡ്ജേൺമെൻറ്റ് ചോദിച്ചു. ജസ്റ്റിസ് സോമരാജൻ അഡ്ജേൺമെൻറ്റ് കൊടുത്തു. തൊട്ടടുത്ത ദിവസം അഡ്ജേൺമെൻറ്റ് കൊടുത്തിട്ടും തൊട്ടടുത്ത ദിവസം ജസ്റ്റിസ് പി സോമരാജൻ ആ കേസ് വീണ്ടും എടുക്കുന്നു. പരാതിയിൽ പി ജയരാജൻ അതിനെ പറയുന്നത് ഇൻകോംപ്രിഹെൻസിബിൾ റീസൺസ് എന്നാണ്. അതായത് മനസ്സിലാക്കാനൊക്കാത്ത കാരണങ്ങളാൽ എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ 20 അഡ്ജേൺ ചെയ്ത കേസ് 21 വീണ്ടും എടുത്തത്. സ്വാഭാവികമായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസത്തെ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടും കേസ് 4/1/2024 മാറ്റി. അതായത് ഈ വർഷം ജനുവരി മാസം 4 മാറ്റി എന്നുള്ളതാണ്. അതായത് ക്രിസ്മസ് അവധിക്ക് ശേഷം. സാധാരണഗതിയിൽ ക്രിസ്മസ് അവധി കഴിഞ്ഞതിന് ശേഷം റോസ്റ്റർ മാറാറുണ്ട്, ജഡ്ജിമാർ മാറാറുണ്ട്. 20 കേസ്, അതായത് ആദ്യ ദിവസം ഈ അപ്പീൽ എടുത്ത സമയത്ത് തന്നെ അഡ്ജേൺ ചെയ്ത ജഡ്ജ് അന്ന് വന്ന റോസ്റ്റർ കാണുകയാണ്. ഈ പി ജയരാജൻ്റെ പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് ക്രിസ്മസ് വെക്കേഷന് ശേഷം ബെഞ്ച് മാറുന്നു എന്ന് കണ്ട ജഡ്ജ് തൊട്ടടുത്ത ദിവസം കേസെടുത്ത് വിഷയത്തിൽ തൊടാൻ നോക്കി എന്നതാണ്. എന്നാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസത്തെ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. റോസ്റ്റർ പ്രകാരം മറ്റൊരു ബെഞ്ചിലേക്ക് പോയിട്ടുള്ള കേസ് തൻ്റെ ബെഞ്ചിൽ തന്നെ കിട്ടാൻ പാർട്ട് എന്ന് മാർക്ക് ചെയ്തു എന്ന് പി ജയരാജൻ തൻ്റെ പരാതിയിൽ പറയുന്നു. എന്നാൽ ഇത് പാർട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് തന്നെ വാദം കേട്ടിട്ടേ അല്ല എന്നാണ് പി ജയരാജൻ തൻ്റെ പരാതിയിൽ പറയുന്നത്. ഈ ജഡ്ജ്, അതായത് ജസ്റ്റിസ് പി സോമരാജൻ, കേട്ടാൽ അത് അനാവശ്യ സംശയമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചീഫ് ജസ്റ്റിസ് ദേശായിക്കന്ന് പരാതി നൽകിയത്. ഈ പരാതിയിൽ പക്ഷേ തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ 20/12 നിശ്ചയിച്ച റോസ്റ്റർ പ്രകാരം നിശ്ചയിക്കപ്പെട്ട ന്യായമായ ആവശ്യം മാത്രമേ ഇരയായ പി ജയരാജൻ കോടതിയിൽ എടുത്തിട്ടുള്ളൂ. അന്നത്തെ കോടതി നടപടികൾ സംബന്ധിച്ച വ്യക്തത വരുത്താൻ അന്നേ ദിവസത്തെ കോടതി നടപടികളുടെ വെർച്വൽ പ്രൊസീഡിങ്സ് പരിശോധിച്ചാൽ മനസ്സിലാകും എന്നും ഈ പറയുന്ന പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ പി സോമരാജൻ റിട്ടയർമെൻറ്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഇപ്പോഴത്തെ ഗോവ ഗവർണർ, ഈ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി അണിനിരന്നതായി നമുക്ക് കോടതി വിധിയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മകനാണ് കേസ് പ്രധാനമായും ബാധിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ RSSൻ്റെ ജില്ലാ കാര്യവാഹ് ആണ് ഈ കേസിലെ 4ാം പ്രതി പാറ ശശി. RSSൻ്റെ താലൂക്ക് കാര്യവാഹാണ് കടിച്ചേരി അജിയാണ് അതിലെ മറ്റൊരു പ്രതി. അപ്പോൾ ഈ കേസിൽ ഇനിയിപ്പോൾ പി ജയരാജൻ കക്ഷി ചേരുന്നതിലൂടെ ഇതിൻ്റെ ഒരു അപ്പീൽ മാത്രമല്ല
യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയിൽ പ്രധാനമായും വരാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ട് ഹേഡ് അല്ലാത്ത കേസ്, അഡ്ജേൺ ചെയ്ത മാത്രം കേസ് പാർട്ട് ഹേഡ് എന്ന് മാർക്ക് ചെയ്ത് അക്കാര്യത്തിൽ റോസ്റ്റർ മാറിയതുകൊണ്ട് ആ കേസ് തൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ വേണ്ടി ജസ്റ്റിസ് സോമരാജൻ ശ്രമം നടത്തി എന്നുള്ള ചീഫ് ജസ്റ്റിസിന് അന്നയച്ച പരാതി, ആ പരാതി കൂടി യഥാർത്ഥത്തിൽ പി ജയരാജൻ തൻ്റെ അപ്പീലിൽ ഉന്നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റിസ് സോമരാജൻ റോസ്റ്റർ മാറിയിട്ടും അനധികൃതമായി കേസ് നിലനിർത്താൻ ശ്രമിച്ചു. ആ കാര്യത്തിൽ അന്ന് നൽകിയിട്ടുള്ള പരാതി PS ശ്രീധരൻപിള്ളയാണ് വക്കീൽ. അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രധാനമായും വാദിച്ചത്. വെറുതെ വിട്ട പ്രതികൾ RSSൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ സുപ്രീം കോടതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പി ജയരാജൻ്റെ കാര്യം അറിയാം. അദ്ദേഹത്തിനെ 1999 തിരുവോണനാളിലാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ അത്ഭുതകരമായിട്ടാണ് പി ജയരാജൻ രക്ഷപ്പെട്ടത്. ഓം കാളി എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് തിരുവോണ ദിവസം പി ജയരാജൻ്റെ വീട്ടിൽ ഈ അക്രമികൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിലെ പെരുവിരൽ അറുത്തെടുത്തു, വലത് കൈ വെട്ടിപ്പിളർന്നു, കൊല്ലാൻ വേണ്ടി നട്ടെല്ല് വെട്ടിനുറുക്കി. നമുക്കറിയാം അന്നത്തെ യാത്രയൊക്കെ പി ജയരാജൻ്റെ മരിച്ചെന്ന് കരുതിയാണ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ രൂപമെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. സാമ്രാജ്യത്വ ശക്തികൾ, പിന്നീട് കോൺഗ്രസ്, പിന്നീട് RSS വലിയ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ നിർണായകമായ ഒരു റോള് പി ജയരാജൻ വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പീൽ വളരെ ശ്രദ്ധയാകർഷിക്കും. ശരി, പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്ന് കോടതി പറഞ്ഞതാണ് എൻ്റെ മുന്നിൽ ഏതായാലും ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഏറ്റവും ഹീനമായ ഒന്നായിരുന്നു എന്ന്. ഒരു തിരുവോണ ദിവസമാണ് ആക്രമണം നടന്നത്, അതൊക്കെ നമ്മളന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇത്ര വലിയ സംഭവം നടന്നിട്ടും പ്രോസിക്യൂഷന് ഈ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ആ രൂപത്തിൽ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ വീഴ്ചകൾ ഉണ്ടായി എന്ന് കോടതി പറയുമ്പോൾ അത് ആ രൂപത്തിൽ പരിശോധിക്കുന്നുണ്ട്. RSSൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട കേസ് തന്നെയാണ്. എന്തുകൊണ്ടിത് അശ്രദ്ധയോടെ ഏറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട കേസായിട്ട് പോലും കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. നേരത്തെ ഈ ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിരിക്കുമല്ലോ. അപ്പോൾ അത് ഏത് രൂപത്തിൽ പരിശോധിച്ചു എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായി കണ്ണൂരിലധികം രാഷ്ട്രീയ ആക്രമണങ്ങൾ നടക്കുന്നില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ അന്വേഷണം ഊർജിതമല്ല എന്നും രാഷ്ട്രീയ പാർട്ടികൾ ഹാജരാക്കുന്ന പ്രതികളെയാണ് പ്രതി ചേർക്കുന്നത് എന്നുള്ള ഒരു ആരോപണം, ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ കൊടും ക്രൂരത നടത്തിയ ആളുകൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ജയരാജൻ്റെ ഭാര്യ വീട്ടിലുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ജയരാജൻ പറഞ്ഞതുപോലെ അപ്പീൽ പോകണം, സർക്കാർ തന്നെ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളടക്കം ഹാജരാക്കാൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ ജയരാജൻ പറയുന്ന മറ്റ് വാദങ്ങൾ അവിടെ നിൽക്കുമ്പോഴും. ഡോക്ടർ അരുൺ, എന്താണ് അഭിപ്രായം? പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടോ? തീർച്ചയായിട്ടും കോടതി വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മറ്റു ഘടകങ്ങൾ തീർച്ചയായും നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു അഭിപ്രായം പറയുക സാധ്യമല്ല. പക്ഷേ ഇത്തരം റോസ്റ്റർ മാറുന്നതും ഈ ബെഞ്ചിനെ തീരുമാനിക്കുന്നതുമെല്ലാം പലപ്പോഴും സംശയത്തിന് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് വാദിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്വാധീനം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എനിക്കുള്ളത്, ഇതിൽ ഈ എവിഡൻസിൻ്റെ ലിങ്ക് ഓഫ് ചെയിൻ ഓഫ് എവിഡൻസസ് എവിടെയൊക്കെയോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ വിധി വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. നേരത്തെ സ്മിത തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടക്കുന്ന 1999 ഓഗസ്റ്റ് മാസം 25 തിരുവോണ ദിവസം ഈ സമയം എപ്പോഴാണ് ഈ കൃത്യം നടന്നത് എന്നതിൽ പോലും ഒരു കൃത്യതയില്ലെന്നും, അന്നത്തെ സംഭവത്തിന് ശേഷം 21 ദിവസം കഴിഞ്ഞാണ് പി ജയരാജൻ്റെ മൊഴി സർട്ടിഫൈ ചെയ്ത് ഹാജരാക്കിയതെന്നുമുള്ള ചില കാരണങ്ങൾ അടക്കമുണ്ട് അതിനകത്ത്. മാത്രമല്ല സഹോദരിയുടെയും ഭാര്യയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുമ്പോഴും അവരുടെ വസ്ത്രത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവാകുമായിരുന്ന ഒന്നാണ്. അതൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഈ പ്രതികളെ നേരിട്ടിവർ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഈ സംശയമുള്ളത്. ഹാജരാക്കിയിരിക്കുന്ന 2 സാക്ഷികൾ ഏതു വാതിലിലൂടെ വന്നു, അവരെവിടെ താമസിച്ചു തുടങ്ങിയ അടിസ്ഥാനമായിട്ടുള്ള
ചില എവിഡൻസസ്, ചെയിൻ ഓഫ് എവിഡൻസസ് ഇക്കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിധിന്യായത്തിൽ കാണുന്നത്. അതിൻ്റെ കേസ് ഫയൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. പക്ഷേ അതിലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം വളരെ നിർഭാഗ്യകരമായൊരു വിധിയാണ്. 99-ൽ അത്രയും വലിയൊരു ഹീനമായ ആക്രമണത്തിന് വിധേയമായ പി ജയരാജന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി അപ്പീൽ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കൂടി അതിൽ കക്ഷി ചേരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കൺമുന്നിൽ നടന്ന ഒരു മൃഗീയമായ കൊലപാതക ശ്രമം, അതിൽ 6 പേരെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, അതിലാകെയുള്ള ഒരു പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത് 10 വർഷത്തിന് ശിക്ഷിച്ചിട്ട് ആ ശിക്ഷ ഇളവും ചെയ്തു കൊടുത്തു, 1 വർഷത്തെ ശിക്ഷയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്ന സംഘങ്ങൾക്കുള്ള പ്രചോദനമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് പി ജയരാജൻ തന്നെ തൻ്റെ അനുയായികളോട് പറഞ്ഞതുപോലെ അത്തരത്തിൽ മറ്റൊരു നിയമപ്രശ്നത്തിലേക്കും ഈ വിധി പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ സംയമനമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പി ജയരാജന് നീതി ലഭിച്ചിട്ടില്ല എന്നതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടെന്നാണ് വിധിന്യായത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല വിധിക്ക് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. സുജയ, പി ജയരാജൻ്റേത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലല്ല. പി ജയരാജൻ വധശ്രമ കേസ്, ആ വധശ്രമ കേസിൽ പ്രോസിക്യൂഷൻ എന്താണ് ചെയ്തത്? പി ജയരാജന് ഈ കേസിൽ നീതി വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ ഇടപെട്ടോ? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ, സാക്ഷികളെ ഹാജരാക്കുന്നത്, അതിലൊക്കെ എവിടെയാണ് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞത്? പ്രതികൾ ഇവരാണ് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനാസ്പദമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയെന്നല്ല, സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണം ജസ്റ്റിസ് പി സോമരാജന്റെ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്തിന്റെ ശിക്ഷ 10 വർഷത്തിൽ നിന്ന് 1 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയുമാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് ശിക്ഷ ഇളവ് കിട്ടുകയാണ്. അപ്പോൾ ഈ കേസിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ സാക്ഷിയായി 2ാമത്തേത്, അത് പ്രതിഭാഗം പറയുന്നത് പ്രോസിക്യൂഷൻ ഇവർ ഇത് കണ്ടിട്ടില്ല എന്നതാണ് പ്രതിഭാഗം പറയുന്നത്. അതുകൂടി ഈ വിധിയുടെ ഭാഗമാകുമ്പോഴാണ് എവിടെയാണ് പി ജയരാജന് നീതി ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ കേസിന്റെ വാദത്തിനിടയിൽ നടന്നിട്ടുള്ളത് എന്ന സംശയം സ്വാഭാവികമായും ആളുകളിൽ ഉയരുന്നത്. പിന്നെ പി ജയരാജനെതിരെ ആക്രമണം നടക്കുമ്പോൾ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലും തെളിയിക്കാൻ കഴിയാത്ത പ്രോസിക്യൂഷൻ പിന്നെ എന്ത് വാദമാണ് നടത്തിയത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ, രക്തം പുരണ്ട വസ്ത്രങ്ങളോ എന്തെങ്കിലും ഒരു തെളിവ് കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ പി ജയരാജന് വെട്ടേറ്റ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്? ആരായിരുന്നു ഒപ്പമുണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞ ദിവസങ്ങളുടെ കാലതാമസം മാറ്റിവെച്ചോളൂ, പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞാലും പറയാമല്ലോ കൃത്യമായി. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് വെട്ടേറ്റത് നേരിട്ട് കണ്ട ഭാര്യ ഒപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനായി കഴിയുന്നില്ല. അതൊക്കെ കോടതി എടുത്തു പറയുകയാണ്. അത് ആരുടെ വീഴ്ചയാണ്? പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്. പിന്നെ സാക്ഷികൾ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാനായിട്ടുള്ള രേഖകൾ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ പക്കലില്ല. അപ്പോൾ കോടതിയെ കുറ്റം പറയുന്നതിനേക്കാളും ജഡ്ജിയുടെയും റോസ്റ്ററിന്റെയും ഒക്കെ കുറ്റം പറയുന്നതിനേക്കാളും പ്രോസിക്യൂഷന് പറ്റിയ വീഴ്ച പ്രോസിക്യൂഷന്റെ വീഴ്ച തന്നെയാണ്. പിന്നെ ഈ ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട അയൽക്കാരി, അപ്പോൾ ഈ അയൽക്കാരി ആയുധങ്ങളുമായി ഒരുപറ്റം ആളുകൾ അക്രമോത്സുകരായി വരുന്നത് കണ്ടു. അത് പറയാൻ വേണ്ടി ആ വീട്ടിലേക്ക് ഓടി വരുന്നു എന്ന് പറയുന്നു. ഓടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വീടിനുള്ളിൽ വീട്ടിൽ നടന്ന ആക്രമണം കണ്ടു എന്ന് സ്ഥാപിക്കാൻ അവിടെ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. അപ്പോൾ അത് വീഴ്ചയല്ലേ? അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സാക്ഷികൾ എങ്ങനെയാണ്, ഇവർ ഈ കൃത്യം കണ്ടത് എങ്ങനെയാണ്, ഇവർ വീട്ടിലേക്ക് വന്നത് ഏത് വഴിയാണ്, അങ്ങനെയുള്ള വഴിയോ വാതിലോ ദിക്കോ ഒന്നും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു സ്വാഭാവിക വീഴ്ചയാണ് എന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്താണ് നടന്നത് എന്നതാണ് വ്യക്തമാകേണ്ടത്. പിന്നെ ഇവർ ഓടിയെത്തി, ഇവർ കണ്ടു എന്നൊക്കെ പറയുന്നതിനിടയിൽ തന്നെ പല പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ എൻ്റെ വ്യക്തമായ അഭിപ്രായം, പി ജയരാജൻ ആക്രമിക്കപ്പെട്ടു എന്നത് സത്യമാണെങ്കിൽ ആക്രമിച്ചവർ ആരാണ് എന്ന് കണ്ടെത്തി അത് കോടതിക്ക് മുന്നിൽ സ്ഥാപിക്കേണ്ടത് പ്രോസിക്യൂഷനായിരുന്നു. അതിൽ അവർക്ക് പൂർണ്ണ പരാജയമാണ് സംഭവിച്ചത്. ആളുകളാണ് പ്രതികൾ എന്ന് സ്ഥാപിക്കേണ്ടത്. അത് നടന്നിട്ടില്ല. ഈ പറയുന്ന സുജയ് ഇപ്പോൾ പറഞ്ഞ പൊരുത്തക്കേട് ഏതായാലും അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാട്ടിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CPM-കാരാണ് ഇരയെങ്കിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയും. ഏതായാലും RSSന്റെ ജില്ലാ കാര്യവാഹ പ്രതിയാണ്, അഭിഭാഷകൻ PS ശ്രീധരൻപിള്ളയാണ്. റോസ്റ്റർ പ്രകാരം മാറേണ്ട ജഡ്ജി മാറുന്നില്ല എന്നുള്ള പരാതി അന്ന് തന്നെ പി ജയരാജന് ഹൈക്കോടതിയിലല്ലേ വിധി വന്നിരിക്കുന്നത്, അതോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ. ഓംകാളി
കൊലയാളി എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇനി കേരളത്തിൽ വേറൊരാൾ ഈ വിധത്തിൽ, അതും നമ്മൾ ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ അഴീക്കോടൻ്റെ ആക്രമണം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് തിരുവോണ നാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടി നുറുക്കിയിട്ടുള്ളത്. കാര്യത്തിലൊക്കെ നീതി കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിൽ പിന്നെ ആർക്കാണ് നീതി പ്രതീക്ഷിക്കാനാവുക? ദിവസം വെട്ടിക്കൊന്നാലും അത് കൊലപാതകമാണ്, അത് TPA ആയാലും. അപ്പോൾ 51 വെട്ടാണെങ്കിലും 21 വെട്ടാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഇത് വധശ്രമ അല്ല, നമ്മൾ രണ്ടും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, ഇതും അപലപിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് വധശ്രമ കേസാണ് സാർ. വധശ്രമ കേസാണ്. ജീവനോടെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഭാഗ്യം, ഇതിൽ അദ്ദേഹത്തിന്റെ പ്രോസിക്യൂഷൻ ഭാഗ്യം. വീഴ്ചയുണ്ടെന്നുള്ളതാണ് എന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ശരി, പ്രോസിക്യൂഷൻ വീഴ്ചയുണ്ട് എന്ന ചോദ്യത്തിന് വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് 3 പേരും അഭിപ്രായപ്പെട്ടത്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ MV നികേഷ് കുമാർ പരിശോധിച്ചിരുന്നു. നമ്മൾക്ക് അത് വിവരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കടക്കാതിരുന്നത്. അതുകൊണ്ട് നോ എന്ന അഭിപ്രായം MV നികേഷ് കുമാർ. മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Meet the editors.